ആർക്കൊക്കെ സൈക്കിൾ ഓടിക്കാൻ അറിയാം? സുരേഷ് ഒന്ന് അങ്ങോട്ടും കൂടി. ആർക്കൊക്കെ സൈക്കിൾ ഓടിക്കാൻ സൈക്കിൾ ഓടിക്കാൻ അറിയാം? ചിൽഡ്രൻസ് പ്ലേ ഈ സൈക്കിൾസ് എഴുതിയത് വിജയ് ടെണ്ടുൽക്കർ, ഡയറക്ഷൻ പ്രവീൺ. ദയവായി എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫോ ഇല്ലെങ്കിൽ സൈലന്റ് മോഡ് എടുക്കുന്നതാണ്. പിന്നെ ഫോട്ടോ എടുത്തോളൂ, പക്ഷെ ഫ്ലാഷ് അടിക്കും. അപ്പൊ എൻജോയ്. ഇതേതാ വർഷം? 2015. ആഹാ. ഇപ്പൊ എല്ലാം ശരിയായി. നിങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ അവസാന നിമിഷം എന്തെങ്കിലും ഒരു ഏടാവുന്നുണ്ടോ? നിങ്ങളൊരു വലിയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. കണക്കിലെടുക്കാനുള്ള കാര്യങ്ങൾക്ക് ഒരന്തം കാണണ്ട. എന്താ ശരിയല്ല? ട്രാവൽ ബാഗ്, സൈക്കിൾ, ഷൂ, തൊപ്പി, പിന്നെ വാട്ടർ ബോട്ടിൽ, വയറിളക്കത്തിന് ഗുളിക, പിന്നെ കണ്ണട. അത് കഴിഞ്ഞാൽ പിന്നെ എക്സുകൾ, 3 എക്സുകൾ കണ്ടോ? ഈ 3 എക്സുകൾ എൻ്റെ യാത്രയെ സൂചിപ്പിക്കും. ഒന്ന് ഉപഭൂഖണ്ഡത്തിന് കുറുകെ, ഒന്ന് ഭൂഖണ്ഡത്തിന് കുറുകെ, പിന്നെ ഒരു ലോകത്തിന് ചുറ്റും. ഇതൊന്നും അല്ലെങ്കിൽ വെറും ഒരു സൈക്കിൾ സവാരി. പക്ഷേ എക്സുകൾ 3 തന്നെ ഉണ്ടാവും, 2 അല്ല. ഞാനേ ഒരുപാട് മുന്നേ എൻ്റെ ഈ യാത്രയെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണെന്നല്ല, എനിക്കൊരു സൈക്കിൾ സ്വന്തമാണ്, ഒരു ബൈസിക്കിൾ. അതിൽ കയറി കണ്ണുണ്ടാത്ത മരുഭൂമികൾ, ജലാശയങ്ങൾ, പർവ്വതങ്ങൾ, പുതിയ അനുഭവങ്ങളിലൂടെ പുതിയ കൂട്ടുകാരേക്ക് തരും. കുഴപ്പം എന്താന്ന് വെച്ചാ, ഞാൻ ഇതുവരെ എൻ്റെ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ അതിന് അനുവദിച്ചിട്ടേ ഇല്ല. എൻ്റെ മൂത്ത സഹോദരൻ 2 മാസേ ജീവിച്ചിരുന്നുള്ളൂ. അവർ പറയും, എല്ലാം ഈ വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുറത്തേക്ക് പോകുന്നത്, സ്വയം നശിക്കാനോ എന്നൊക്കെ. പക്ഷെ അവരെനിക്കൊരു മുച്ചക്ര സൈക്കിൾ വാങ്ങി തന്നു. ഞാനത് എല്ലായിടത്തും ഓടിച്ച് നടന്നു, എല്ലായിടത്തും. പക്ഷെ വീടിനുള്ളിൽ മാത്രം. ചിലപ്പോ അമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ. എന്തിനാ? എൻ്റെ കൂടെ കളിക്കാൻ. ഈ അച്ഛനുണ്ടല്ലോ, അച്ഛനൊരു ഭയങ്കര. ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്റെ ചവിട്ട് മാറി മാറി തരും. വെറുതെ ഒരു ശീലം. അമ്മ കുഴപ്പമൊന്നുമില്ല, എന്നെ അടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ അമ്മ ഇരുന്ന് കരയാൻ തുടങ്ങും. അപ്പൊ ഞാൻ ചെന്ന്, അമ്മ ഞാനിങ്ങനെ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നവരെ എൻ്റെ അമ്മ കരയും. പക്ഷെ എൻ്റെ അമ്മയാട്ടോ എന്നെ അങ്ങനെ പറയാൻ പഠിപ്പിച്ചേ. അല്ല, ഞാനിപ്പോ ഇതൊക്കെ നിങ്ങളോട് എന്തിനാ പറഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും എൻ്റെ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ മുച്ചക്ര വണ്ടി അങ്ങനെ മട്ടം ഓടിച്ച് നടന്നു. അപ്പോഴാണ് ഞാൻ യാത്രകളെ സ്വപ്നം കണ്ടു തുടങ്ങിയത്. ആദ്യമൊക്കെ സാധാരണ സ്വപ്നം, വാതിലുകൾ തുറക്കുന്നത്, പുറത്തേക്ക് നോക്കുന്നതൊക്കെ. പിന്നെ പിന്നെ അത് വളരാൻ തുടങ്ങി. ഞാൻ വാതിൽ മുറിച്ച് നടന്ന് ഗേറ്റ് തള്ളി തുറന്ന് പുറത്തേക്ക് പോയി. അന്ന് ദൂരെ റെയിൽവേ പാലത്തിന് കുറുകെയുള്ള പാലം. ഞാൻ ആ പാലത്തിൽ കൂടെ ഓടി. പിന്നെ ഹൈവേ. അവിടെ ഞാൻ എൻ്റെ സൈക്കിളിൽ നിവർന്നു നിന്നു. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട് വളർന്നു വലുതായി. പക്ഷേ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. അച്ഛനെയും അമ്മയും ഒന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ. എനിക്ക് പോണം തന്നെയാണോ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോണം. നിനക്ക് പോണം. ഈ പഞ്ചായത്തിന് പുറകെ പോയി തിരിച്ചു വാ. അച്ഛൻ ഞാൻ പറയുന്നത് എനിക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണമെന്നാണ്. ഈ ലോകം മുഴുവൻ പുതിയ അനുഭവങ്ങളുടെ പുതിയ കൂട്ടുകാരുടെ. പക്ഷേ
ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണം. അച്ഛാ ഞാൻ പൊക്കോട്ടെ അച്ഛാ. നിനക്ക് ഇഷ്ടമുള്ള നീ എവിടെ പോയാലും ഞങ്ങൾ എപ്പോഴും നിന്നോടെ ഉണ്ടാവും. നീ ബാൽക്കണിയുടെ മുകളിൽ കയറി പോകുമ്പോഴോ അടുത്തിട്ട് ഇറങ്ങി താഴെ വരുമ്പോഴോ നമ്മൾ എന്തെങ്കിലും പറയാറുണ്ടോ? നിന്നെ കക്കൂസിലിരിക്കാൻ പഠിപ്പിച്ച് ഞാൻ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. നിങ്ങൾ ചെയ്തതിനൊന്നും തിരിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഇതിപ്പോ കക്കൂസിൽ നിന്ന് ഇറങ്ങി ലോകം കാണേണ്ട സമയമാണ്. നിനക്കത് ആവണമെങ്കിൽ ആയിക്കോളും. സൈക്കിൾ പോകുമ്പോൾ സൂക്ഷിക്കണം. ഹൈവേകളിൽ കൂടി പോകരുത്. ഇടവഴികളിൽ കൂടി സൂക്ഷിച്ചു പോകണം. പിന്നെ റോഡുകളിൽ കൂടി പോകുമ്പോൾ ഈ ചിഹ്നങ്ങൾ നോക്കണം. നിനക്കതൊക്കെ അറിയോ? മാനിന്റെ ചിത്രവും കരടിയുടെ ചിത്രവും ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം. ആന വഴിമുട്ടിയിടുന്നത് ശ്രദ്ധിക്കണം. സൈക്കിളിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുമ്മരുത്. പിന്നെ ട്രക്കുകളും ഓട്ടോകളും കഴുതകളും പശുക്കളും ആടുകളും ഒക്കെ വലിയ നീളെ ഉണ്ടാവും. രാഷ്ട്രീയക്കാരെയും കാണും. അവരിൽ നിന്ന് ഒരകലം പാലിക്കണം. പിന്നെ പോവാനായിരിക്കുന്നത് എത്ര വിഷമത്തോടെ ഓർക്കണം. അച്ഛാ ഞാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന് വല്ല സ്വപ്നമാണ്. എനിക്ക് വേദനിച്ചു. ഇത് സ്വപ്നമല്ല, ഇത് ശരിക്കും സത്യമാണ്. വീട് ഒരുപാട് പുറകിലായി. നോക്കിയേ, അച്ഛനെ അമ്മയും പോലും കാണുന്നില്ല. ശരിക്കും പറയാൻ കഴിയുമെങ്കിലും ഞാനൊരു നഗരം വീണിട്ടെന്ന് തോന്നുന്നു, അല്ലേ? എന്റെ ഡോർബെൽ എന്താ? ഞാൻ ഒരു ഡോർബെല്ലൊന്നും എടുത്ത് ഞാൻ സൈക്കിളിൽ അടുത്ത് എന്താ ആവർത്തിക്കരുത്? ഞാൻ ഇതുവരെ നിങ്ങളുടെ ഡോർബെൽ അടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൈക്കിളിൽ അടുത്ത്. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? ഇനി ഈ ശബ്ദം അവിടെ കേട്ടു പോകുന്നു. ഞങ്ങളുടെ അയൽവക്കത്തെ ജോഗസ്യങ്ങളാ. ഒരു സൈക്കിൾ ബെല്ലിന്റെയും ഡോർബെല്ലിന്റെയും വ്യത്യാസം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര മണ്ടനാണോ ഈ ജോഗസ്യങ്ങൾ? അതല്ല, ഇതിലേതായിരിക്കും എന്നെ നഗരത്തിന് പുറത്തെത്തിക്കുന്നത്? മൂന്നെണ്ണം. മൂന്നും അതല്ല ഞാൻ ചോദിച്ചേ. ബാക്കി രണ്ടെണ്ണത്തിനേക്കാൾ ഏറ്റവും ദൂരത്തിൽ പോകുന്ന ഏതായിരിക്കും? ഈ വഴി അല്ലേ? പക്ഷേ ആ കാണുന്ന വഴിയും അത്രത്തോളം തന്നെ ദൂരത്തിലാണ്. പക്ഷേ ഈ വഴിയിൽ കൂടി പോയാലും നഗരത്തിൽ എത്താവുന്നതാണ്.
പോകുമ്പോൾ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പഠിച്ചത് എന്താണെന്ന് സൈക്കിളിനെ കുറിച്ച്. ആദ്യമായിട്ട് സൈക്കിൾ കണ്ടുപിടിച്ചത് എപ്പോഴാണ് എന്നോടൊന്ന് ചോദിച്ചു നോക്കൂ. 18-ാം നൂറ്റാണ്ട് ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ആദ്യമൊന്നും കടലുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഒരു സംശയം, പിന്നെ എങ്ങനെയായിരുന്നല്ലേ കാലുകളിൽ നിലത്തുറച്ച് നീങ്ങേണ്ടി പ്രശ്നമുണ്ടാവുന്ന ഷൂകൾക്കാണ്. അപ്പൊ പിന്നെ പുതിയൊരു ഷൂ വാങ്ങുന്നത് മാത്രമേ സൈക്കിൾ ഓടിക്കാൻ കഴിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പണക്കാർക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. അവസാനം നമ്മൾ നഗരത്തിന് പുറത്തെത്തി. ശരിക്കും നോക്കിയാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അങ്ങനെയാണോ? നിങ്ങളൊന്ന് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതെ, കുറച്ചു നേരത്തേക്ക് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, വായു മാത്രം. പിന്നെ അതൊരു ആകൃതിയിലേക്ക് രൂപം ധരിച്ചു. ഞാൻ അമേരിക്കയിലുള്ള വഴി നിന്റെ കരച്ചിൽ എന്റെ വഴി. നിന്റെ സംശയം എന്താണെന്ന് പറഞ്ഞത് എന്നെ യാത്ര തുടരാൻ അനുവദിക്കും. അതെ, ഞാനൊരു ലോകസഞ്ചാരില്ല. എന്റെ ഈ സൈക്കിളിൽ പക്ഷെ കാൽനടയാണ് കൂടുതൽ നല്ലത്. അതെ, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. പക്ഷേ ഞാൻ ഈ സൈക്കിളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ലോകസഞ്ചാരില്ല. പക്ഷെ വലിയൊരു കുഴപ്പത്തിൽ ചെന്ന് ഇടിച്ചു കയറി. ആ ചിഹ്നം കണ്ടു. ആ ചിഹ്നത്തിൽ എഴുതിയിരിക്കുന്ന നഗരത്തിന്റെ പേര് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിന്റെ പേര് തന്നെയാണ്. അതെ, ഞാൻ നഗരത്തിന് വെളിയിലേക്കുള്ള വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായും അതിനെ പുറത്തെത്തിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയെടുത്ത് തിരിച്ചെത്തിയെന്ന്. അതെ, നോക്കിയേ, ഞാൻ ഇത്രയും നേരം ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് ദൂരം തെറ്റുകയും ചെയ്തു. അപ്പോഴാണ് ഈ ചിഹ്നം പറയുന്നത് ഞാൻ സൈക്കിൾ ചവിട്ടുകയും ഉണ്ടായിട്ടില്ലെന്ന്. എനിക്ക് തോന്നുന്നത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രമായിരിക്കും. നിന്റെ പുറകിൽ ഈ ബോർഡിലേക്ക് അപ്പോൾ നീ ഇപ്പോ വന്നിരിക്കുന്നത് നഗരത്തിൽ നിന്നാണ്. ആ കാണുന്ന വഴിയാണ് നഗരത്തിന് വെളിയിലേക്കുള്ളത്. മനസ്സിലായോ? അതെ, പക്ഷെ ശരിക്കും ഞാനിപ്പോ എവിടുന്നാ വന്നേ? എന്താ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഞാൻ ചെറിയൊരു സംശയത്തിലായിരിക്കും സമ്മതിക്കുന്നു. പക്ഷെ ഈ സംശയത്തിനൊരു കാര്യമില്ലേ? അത് ചിഹ്നം, ഇത് ഞാൻ, അത് നഗരം. ഇത് ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഞാൻ എന്തൊരു മണ്ടനാ. ഇനി ഇങ്ങനെ സംശയം പാടില്ല. എത്ര സമയം അപ്പോ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ, സൈക്കിളിനെ കുറിച്ച്. നിരക്ക് കുത്തി നടക്കുന്ന സൈക്കിൾ മാറ്റി ആരാണ് ആദ്യമായി കണ്ടുപിടിച്ചതെന്ന് അറിയോ? അറിയില്ലല്ലേ? പാട്രിക്
പക്ഷെ ഞാൻ നിങ്ങളുടെ മുറുകിലും കോഴിയൊന്നും കൊന്നിട്ടില്ല. നിങ്ങൾ വെറുതെ എന്നെ പഠിക്കില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടല്ലേ ഒന്നും പെട്ടിട്ടില്ല. ഈ സത്യാവസ്ഥ ഏതാണെന്ന് വെച്ചാൽ നീയല്ല നിന്റെ അച്ഛനാ കോഴി പറഞ്ഞു. ഇയാൾ നിന്റെ അച്ഛനെ പറയില്ല. ഓന്റെ മൂക്ക് പിടിച്ച് ഞാൻ പറക്കും. മൂക്ക് പിടിച്ച് ഞാൻ പറക്കും. എല്ലാ ലോക സഞ്ചാരികളുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരാവശ്യമില്ലാതെ തല പിണ്ണാക്കി കുറെ സമയം കളയേണ്ടി വരും. തെരുവിൽ വെച്ച് അടികൊണ്ടതിന് ശേഷം ഇരുചക്രങ്ങളുള്ള സൈക്കിൾ ഉണ്ടാക്കുന്നത് നിർത്തിക്കുന്നതിലേക്കാണ് നയിച്ചത്. പിന്നീട് സൈക്കിളുകൾ 3-4 ചക്രങ്ങളുണ്ടായി. പക്ഷേ ഈ 3-4 ചക്രമുള്ള സൈക്കിൾ ഓടിക്കുന്നതിലെ വലിയ സാഹസികതയൊന്നുമില്ലോ അല്ലേ? ചാനലൊക്കെ കാണുന്ന പോലെ നോക്കിയേ, ചുവന്ന ആകാശം. അങ്ങ് നോക്കിയേ, അവിടെ അവിടെ സൂര്യനൊപ്പം പക്ഷികൾ കുന്നിൻ മുകളിലേക്ക് പറന്നിറങ്ങി. എന്ത് ഭംഗിയല്ലേ! മുകളിൽ സ്വർഗം, താഴെ ഭൂമി. അതെ, ഞങ്ങളാണ് ഭൂമിയിലെ തമ്പുരാക്കന്മാർ. ഭൂമിയിലെ തമ്പുരാക്കന്മാർ. ഞാനിപ്പോ നിങ്ങളെ കുറിച്ച് പറഞ്ഞ നാക്ക് വായിലിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിന്റെ മുൻപിൽ അല്ല തമ്പുരാക്കന്മാരെ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ? വളരെ എന്താണ് ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇറങ്ങി തിരിച്ചത്? നിങ്ങൾ രണ്ടാളും വെറുതെ നടത്തത്തിനിറങ്ങിയതാണോ അതോ നിങ്ങളുടെ വഴി തെറ്റിയതാണോ? നിനക്കാണ് വഴി തെറ്റിയത്. ഇത് ഞങ്ങളുടെ ഭാഗം. അതെ, ആ കാണുന്ന പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളെയാണ് നീ അവിടെ കടന്നു കയറിയിരിക്കുന്നത്. നീയാണോ അതിക്രമിച്ച് കയറിയത്? നീ അവിടെ കയറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിനക്കെതിരെ ഒരു പരാതി നൽകാം. അങ്ങനെ സഹോദരാ, തീർച്ചയായും ആദ്യം ഇവനെ പരിശോധന വിധേയനാക്കണം. ജഡ്ജി എത്തുന്നവരെ ഇവനെ ജയിലിലാക്കി. നശിച്ച ജഡ്ജിമാർ ഈ ഭൂമി മുഴുവൻ വെറുതെ ഒരു തേരാപ്പാറ തെണ്ടിയിരിക്കും. ഒരു കേസ് തീർപ്പാക്കാൻ ഒരു 5-6 വർഷമെങ്കിലും വേണം. സത്യമായിട്ടും ഞാൻ ഈ കാഴ്ചക്ക് കണ്ടങ്ങ് നിന്ന് പോയതാ, അല്ലാതെ കടന്നു കാഴ്ചയൊന്നും അല്ല കേട്ടോ. സത്യം. നീ ബോർഡ് ആ ബോർഡിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ അതിക്രമിച്ചു കയറുന്നവരെ ശിക്ഷിക്കും. അത് നല്ല ശുദ്ധ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പൊടിയും മുതലെണ്ണം വ്യക്തമായിട്ട് അത് കാണും. നല്ല വ്യക്തമായിട്ട് കാണാം. പക്ഷേ നീ അതുപോലെ നോക്കാതെ ഇങ്ങോട്ട് കൈ വന്നു. അയ്യോ, സത്യമായിട്ട് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നീ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ നീ വന്നത് കടന്നുകയറ്റത്തിന് തന്നെ. ഇവ അതിക്രമിച്ച് കടന്നു കയറിയിരിക്കുന്നു. ഇനി അതെല്ലാം കോടതിയിൽ പറഞ്ഞാൽ മതി. കേറ്, ആ കാണുന്ന വീട്ടിലോട്ട് നീ കേറ്. അയ്യോ, അവിടെ ഒന്നും എനിക്ക് കയറിയിരിക്കാൻ സമയമില്ല. ഞാനൊരു ലോകസഞ്ചാരത്തിൽ എന്റെ സൈക്കിളിൽ ആ 10,000 രൂപയിൽ
ചെറുതാവരുത്. നിന്റെ ചതി അളന്നെടുക്കാൻ കഴിയുന്നതിനും ചെറുതാണ്. ഇനി ഇത് തീരെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. എന്നാ ഞാൻ കാണട്ടെ നിന്റെ ഇത്തിരിക്കോളം പോകുന്ന സ്വർഗത്തോളം എന്നോട് ഉയർന്നു. ഞാനൊന്നും കാണട്ടെ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നുണ്ടോ? ഒന്ന് നീരാട്ടരുത്. ഒരു കൊതുകിനെ പോലെ നീ അലറാതെ. ഇവിടെ ഒരു പ്രപഞ്ചത്തിന്റെ അതിന്റെ അടുത്ത് നിന്റെ മോളെ ഞാനല്ല നീയാണ് തച്ചത്. എവിടെ പോയി? എനിക്കെങ്ങനെ അറിയാം ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ അനുവാദം വേണമെന്ന്. ഇനി സൂര്യാസ്തമയം കാണാനും പൈസ കൊടുക്കേണ്ടി വരും. ഓ. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഈ 3-4 ചക്രമുള്ള സൈക്കിൾ ഓടിക്കുന്നത് വലിയ സാഹസികതയൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെന്തായി ഇരു ചക്രമുള്ള സൈക്കിളുകൾ തിരിച്ചെടുക്കും. വർഷം ഏതാണെന്ന് അറിയോ? 1560. ഞാൻ വെറുതെ ഓർക്കായിരുന്നു എനിക്കെന്താ ഒന്നും കാണാൻ പറ്റാത്തത്. ഇരുട്ടായി. ഇത് ശരിക്കും ഒരു ഒറ്റപ്പെട്ട വഴിയാട്ടോ. ഈ സഞ്ചാരികളുടെയൊക്കെ കഥകളെ ഇങ്ങനെ എടുത്ത് വെച്ചാ ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ എന്തിനാ പേടിക്കുന്നേ? എനിക്കൊരു പേടിയില്ല. ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അല്ലേ? എനിക്ക് ഒരു പേടിയില്ല. എന്റെ കയ്യിലേ ദാ, കണ്ടോ കള്ളനെ പിടിക്കാനുള്ള ഒരു അലാറുണ്ട്. ഒരു കള്ളൻ എങ്ങാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ എന്റെ ഈ അലാർ അപ്പ അടിക്കും. ഞാനിവിടെ ഉണ്ട്. ഞാൻ മുത്തുകള കള്ള മുത്തു. വിശ്വവിഖ്യാതനായ കള്ള മുത്തു. ഞാൻ ആരും വിളിക്കുന്നൊന്നുമില്ല. ഞാൻ എന്റെ അലാറം ഒന്ന് പരീക്ഷിച്ചു നോക്കി. ഇല്ല അതെനിക്കുള്ള ക്ഷമമായി. അങ്ങോട്ട് നോക്കി നോക്കി ആ സൂര്യനെ കണ്ടില്ലേ? കണ്ടു. അത് അസ്തമിച്ചില്ലേ? ഇനി ഞങ്ങൾക്കുള്ള സമയമാ. ഈ സമയത്ത് ഞങ്ങൾ മോഷണത്തിന് ഇറങ്ങിയില്ലെങ്കിലേ മോഷണത്തിനുള്ള ലൈസൻസ് നഷ്ടപ്പെടും. മോഷണത്തിന് ലൈസൻസ് ഓടോ നുണയാ. നീ എന്താണെന്നാണ് വിചാരിച്ചത്? എല്ലാ മാസങ്ങളും കടലാണെന്ന് ഇതിനൊക്കെ പ്രത്യേക നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ഒരു ആരാധത്തിന് ശബ്ദം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ നിന്നും ഒരു ത്വര ഇങ്ങനെ പൊന്തി 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 വരും. എന്നിട്ട് ഉള്ളിൽ നിന്നുകൊണ്ട് ഡാക്കിനിയൊന്നും ഇങ്ങനെ വിളിച്ച് പറയും, എടാ എടാ മക്കളെ പൊക്കോടാ പോയി എത്താന്ന് മനസ്സിലായ? എടാ എന്റെ ഉള്ളിൽ ത്വര പൊന്തി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ ത്വര പൊന്തി വരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഡാക്കിനിയൊന്നും ഇങ്ങനെ പറയുമെന്ന്. എടാ മുത്തു, എടാ ചെല്ലടാ, നീ അവിടെ കേറ്. ആ വീട്ടിൽ ഉറങ്ങട്ടെ, നീ എടുത്തോണ്ട് പോരെന്ന്. പക്ഷെ നീ കള്ളൻ പണ്ഡിതനെ പോലെയാണോ സംസാരിക്കുന്നത്?
മനഃശാസ്ത്രജ്ഞനായ കള്ളനാണ്. നിന്റെ ഈ അലാറത്തിന്റെ ശബ്ദം ഒരു പഠനത്തിന് വിധേയമാകേണ്ട വിഷയമാണ്. അതൊന്നും അറിയില്ല. അവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക്. എടാ, വെറുതെ ഒരു അലാറത്തിന്റെ ശബ്ദം കേട്ടിയ ഓടി ഒളിക്കുന്നതിന് പകരം എനിക്ക് വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പൊ ആ വികാരത്തെ ഞാൻ മാറ്റി വയ്ക്കാൻ പോവാ. ഇപ്പൊ ഞാൻ നിന്നെ കൊള്ളടിക്കാൻ പോവാ. എടുക്കണം. വിശ്വസിക്കാനും പറ്റുന്നില്ല. അതെ, നിങ്ങൾ എന്താണ് കയ്യിൽ മറന്നു അല്ലെങ്കിൽ എന്റെ വാച്ച് ഇത് ഡിജിറ്റലാ. ഇത് മണ്ണി നോക്ക്. ഇത് നീതിക്ക് നിരക്കുന്നതല്ല. അലാറ് പോയ ബാക്കി യാത്രയിൽ ഞാൻ എന്താ ചെയ്യാം? ജീവൻ രക്ഷിക്കാനുള്ള ആളുള്ള ഒരു ഉപകരണം. ഇത് നഷ്ടപ്പെടുത്തേണ്ട കാര്യം. ജീവൻ വേണോ അലാറം വേണോ? അതാ ചോദ്യം. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതിലും നല്ലൊരു സാധനം എന്റെ കയ്യിലുണ്ട്. കാണിക്കട്ടെ. ഇത് ക്യാമറ. ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. ക്യാമറ പോയാലെന്താ? അലാറം തിരിച്ചു കിട്ടി. അപ്പൊ എനിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. ഒരു കണക്കിന് പറഞ്ഞ ആത്മവിശ്വാസം ഇരട്ടിച്ചു. ഒരു വിചിത്ര ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. വയറ്റിന് ഗ്യാസ് ആയിരിക്കും. ഒരു ഗുളിക കഴിക്കാം. ഇതിന്റെ വയറ്റിൽ തന്നെയാണോ? അല്ലെങ്കിലും ഈ ഗ്യാസിന്റെ ശബ്ദം ഉള്ളിലെ പോലെ പുറത്ത് കേൾക്കുമോ? ഇതേതോ കാട്ടുമൃഗാണെന്ന് തോന്നുന്നു. അതെ, ആരാ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? പക്ഷേ എനിക്കൊന്നില്ല. ഇരുട്ടിൽ കണ്ണു കാണാൻ കഴിയുന്ന എന്തോന്നാണ്?
ജീവിതത്തിലെ ആകെയുള്ള ഒരു വാച്ച്. ഞങ്ങൾ മാംസം മീനുകളാണ്. അയ്യോ, സിംഗിൾ വെജിറ്റേറിയൻ ആണല്ലോ. അതെ, സാറേ നിങ്ങൾ കുടിക്കാറുണ്ടോ? ഇല്ല. ഇല്ലേ? ചിലപ്പോഴൊക്കെ രക്തം കുടിക്കാം. ഇതൊരു സിംഹമാണ്. ഇതിന്റെ കൈയും വേണ്ട എന്റെ ലോകസഞ്ചാരം മുടങ്ങും ഉറപ്പാ. എങ്ങനെയൊന്ന് രക്ഷപ്പെടുന്നത്? അതെ, എനിക്ക് നിങ്ങളൊന്ന് തൊടാവോ? തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ ആരാണ്? അതാ. എനിക്ക് മനസ്സിലായി, നീ ഒരു പൂച്ചയാണ്, ഒരു ടോം പൂച്ച. അതൊരു പുതിയ വാർത്തയാണ്. അപ്പൊ ഇതുവരെ നിന്നോട് ആരും പറഞ്ഞില്ലേ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അവൻ ശരിക്കും ഞാനൊരു പൂച്ചയാണെന്നല്ലോ കരുതിയിരിക്കുന്നു. ഒരു ടോം പൂച്ച. അതോ ഇവനെല്ലാം പറ്റിക്കുകയാണ്. അതെ, ഞാനൊരു സിംഹമാണ്. അതങ്ങനെ തന്നെയാ പറയുന്നത്. അതെല്ലാ പൂച്ചകളും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഉദാഹരണത്തിന് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ശക്തിമാനാണെന്നാ. അതിന് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഞാൻ സിംഹങ്ങളുടെ തന്നെ രാജാവാണ്. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനേ ടാർസന. ഞങ്ങളൊരിക്കൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവനെ അങ്ങ് കൊന്നു തിന്നു. അയ്യോ, എന്നിട്ട് ഗുഹയിലേക്ക് മടങ്ങി വിട്ടു. എന്റെ ദൈവമേ, ഇതിന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ഇതിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ആരെങ്കിലും പറഞ്ഞു തരുമോ? അതെ, നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നതെന്നൊന്ന് എനിക്ക് കാണിച്ചു തരാം. അത് കണ്ടാൽ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ സിംഹമാണോ അല്ലേ? വല്ല തട്ടിപ്പോ മറ്റോ ആണോ? എന്നാ കാണിച്ചു തരാം. ഞാനിങ്ങനെയാ ഉറങ്ങാറ്. ഹലോ, ഞാനിങ്ങനെയാ ഉറങ്ങാറ്. ഹലോ, അവൻ എന്നെ പറ്റിച്ചു. അവന്റെ പൊട്ടബുദ്ധി ആ ഉണക്ക ശരീരത്തിന് ചേർന്നതാ. ഉണക്കക്കൊള്ളി. മാംസമേ ഉണ്ടായിരുന്നില്ല ആ ശരീരത്തിൽ. ഇതാരോടും പറയണ്ട കേട്ടോ. അവനെന്നെ പറ്റിച്ചെന്ന് കരുതി ഞാൻ ചമ്മിട്ടൊന്നും ഇല്ല. അവൻ എന്റെ പല്ലേ പറ്റാലെ ഉണ്ടായിരുന്നു. ഹലോ, ഞാനിങ്ങനെയാ ഉറങ്ങാറ്. ഹലോ, ഞാനിങ്ങനെയാ ഉറങ്ങാറ്. ഹലോ, എടാ സിംഹമേ, ഡാ, പേടിച്ചു തൂറി. എടാ കമ്പുച്ച,
എഴുതാൻ പറ്റിയ സമയം. ഈ ലോകസഞ്ചാരികളുടെ കയ്യിലൊക്കെ ഓരോ ഡയറി കാണും. പ്രത്യേകിച്ച് ഒരു സൈക്കിൾ സവാരി ആകുമ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എഴുതി വരും. ഞാൻ ഇന്ന് രാവിലെ കൃത്യം 7:30 എഴുന്നേറ്റു. അച്ഛൻ്റെ അമ്മയുടെ യാത്രയയപ്പ്, 3 വഴികൾ, വഴിയാത്രക്കാരൻ, സന്യാസി, കള്ളൻ, സിംഹം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ബാറ്ററി തീരാറായി. വേഗം എഴുതി തീർക്കാം. ഇനി അടുത്തൊരു കട കാണുമ്പോ പുതിയൊരു ബാറ്ററി വാങ്ങിയിടാം. ഇനി കാണുന്നിടത്തുനിന്ന് ഒരുത്തന്റെ കഴുത്ത് മുറിച്ച് തുടിച്ച ഞരമ്പ് പൊട്ടിച്ചെനിക്ക് രക്തം ഊറ്റി ഊറ്റി രക്തം ഊറ്റി കുടിക്കാനോ? അതെന്തിനാ? ഒരെണ്ണം വാങ്ങിയാ പോലെ. ആ, എവിടുന്ന്? അത് വാങ്ങാനൊന്നും കിട്ടൂല. അതെ, സത്യം പറയാനേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതാ. എന്താ നിന്റെ തൊട്ടടുത്തൊരു പ്രേതം നിൽക്കുന്നുണ്ട്. ഇവനെല്ലാം ആപ്പിള സിനിമ കണ്ടിട്ട് വന്നവരാണ്. അച്ഛാ, അച്ഛാ, ഏയ്, എടാ, നിന്റെ അച്ഛനൊരു പ്രേതമൊന്നുമല്ലല്ലോ. അതിന്റെ അച്ഛൻ ഒരു പ്രേതമൊന്നുമല്ല. നിന്റെ അച്ഛനൊരു പ്രേതമല്ലല്ലോ. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാട്ടോ. ഒരു വിധത്തിൽ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഇപ്പൊ പ്രേതം. ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ നീ ചാ. ചത്തിട്ട് ഒരു പ്രേതം. അതൊന്നും നടക്കില്ല. ഞാൻ ചത്താൽ ഒരു പ്രേതമൊന്നും ആവില്ല. ആ.
പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം. കണ്ടോ? എനിക്കൊരു പരിശീലനം വേണം, ഒരു റഫറേക്ക് വേണം. അതില്ലാതെ ഞാനില്ല. പിന്നെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഈ ലോകസഞ്ചാരത്തിനിടയ്ക്ക് ഒരു മൽപ്പിടുത്തം വേണ്ടി വരുന്നു. പിന്നെ ഞാൻ ഈ രാക്ഷസന്മാരോട് കേൾക്കുന്നുണ്ടാവും. ചെറുപ്പത്തിലും ഞാൻ ഇതുപോലെ നല്ലൊരു ശരീരം ഉണ്ടായിരുന്നു. വീട് മുഴുവൻ പല തരത്തിലുള്ള ഭാരങ്ങളായിരുന്നു. കല്ല് പോലെ കട്ടിയുടെ മസിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു മൊത്തം പാല് കുടിക്കുമായിരുന്നു. ബദാമും കശുവണ്ടിയും എല്ലാം കഴിച്ച് ഞങ്ങൾ പയൽമാനം പോലെയാണ്. അതിനിപ്പോ ഞാനെന്ത് വേണം നല്ല പറയുന്നത്? നീ ഒന്ന് അടങ്ങി. ഞാൻ ചിന്തിച്ചു, അന്ന് എല്ലാവർക്കും വില കുറവ്, വളരെ വിലക്കുറവ്. ഒരു കുപ്പി പാലിന് 75 പൈസ, അതും ശുദ്ധമായി. അങ്ങനെയാണോ? എല്ലാം തട്ടിപ്പല്ലേ, എല്ലാം പെരുപ്പിച്ച് ഗിമ്മിക്ക്. എന്താ പേരിപ്പിച്ച് കളിക്കുന്ന ഗിമ്മിക്ക് പറഞ്ഞ? അതെ, ഇത് ഏതൊരു പ്രേതമാ, ഒരു ഭീകരാത്മാവ്, രാക്ഷസൻ. രക്ഷപ്പെടാൻ ഒരുപാട് വഴിയുണ്ട്. പക്ഷെ ഉള്ളവരെല്ലാം കഴിയും, ഇല്ലാത്തവർ. അച്ഛൻ ഇതുവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞില്ല. എന്റെ മോനെ, എല്ലാ ആശയങ്ങളും തീരുമാനം മാറ്റണം, ഒരുമിക്കണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിപരമായി ചിന്തിക്കും. പതുക്കെയാണെങ്കിൽ ഉറപ്പോടെ ഇല്ലെങ്കിലേ പ്രേതം അച്ഛാ, അപ്പൊ ഈ പ്രേതത്തിന്റെ കാര്യം ഇത്തരം സന്ദർഭങ്ങളിൽ ബുദ്ധിശാലികൾക്ക് ധൈര്യം കൊടുക്കരുത്. അച്ഛാ, ഒരു കാര്യം, ഇത്ര അപകടകരമായ ഒരു വഴി ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത്. ഈ ജീവിതത്തിൽ തന്നെ എത്ര വലിയ ദുരന്തങ്ങളുണ്ടാവും. വ്യക്തികൾക്ക്, രാഷ്ട്രങ്ങൾക്ക് ഓളം മുഴുവനായിട്ട് സംഭവിക്കുന്നു. ഇതിന് ഏറ്റവും നല്ല പരിഹാരം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്. അപ്പൊ ഞാനിനി ഒന്നും ചെയ്യണ്ടെന്നാ പറയുന്നത്. ഈ പ്രയത്നം അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി ധൈര്യമായി മുമ്പോട്ട് പോയി. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ബാഗും തുണികളൊക്കെ എന്റെ അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. അമ്മയോട് പറയണം ഞാൻ ഒരുപാട് പൊരുതിയിരുന്നു. നന്ദി വിട്ട് പോകുമ്പോഴേ ഒരുപാട് നന്ദി. മഴ പെയ്യട്ടെ, കൊടുങ്കാറ്റ് തന്നെ വീശട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, ഒരു ലോകസഞ്ചാരി എഴുതിവിട്ട അമ്പ് പോലെയാണ്. ഞാൻ എവിടെയൊന്നും ഇല്ല, ഞാൻ
കഴിഞ്ഞാൽ ഇതിന് രോഗം വരുമല്ലോ. ഞാനിതൊക്കെ ഒന്ന് ഉണക്കിയിടട്ടെ കേട്ടോ. എന്തൊരു തണുപ്പല്ലേ. ഹേ ഹേ അങ്ങോട്ട് നോക്കിയേ, ഒരു മഴ പെയ്യും. എന്ത് ഭംഗിയല്ലേ. ആരാ? പ്രിയപ്പെട്ട എങ്ങനെ ചെയ്തത്? എവിടേക്ക്? അയ്യോ, ഇപ്പൊ ഇങ്ങോട്ടൊന്ന് വരട്ടെ. ഞാൻ എന്റെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കാം. ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ എന്റെ മാപ്പ് പഴയതാ, അത് കീറി. അയ്യോ, അച്ഛാ അച്ഛാ, എന്താടാ ഇത് വീണ്ടും ഒരു പ്രശ്നം. ഞാൻ ഇനി എന്താ ചെയ്യാ? നീ ഇപ്പൊ പറഞ്ഞ എന്താ ചെയ്യാ? നിന്നോട് ഞാനും നിന്റെ അമ്മ ഒരുപാട് തവണ പറഞ്ഞല്ലേ, മോനെ നീ ഇപ്പൊ പോണ്ട, വീട്ടിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് നീ അത് കേട്ടോ, നിനക്കപ്പ ഞങ്ങൾ പാലിന്റെ തവളകൾ. എന്താ ചാൻസ്? എന്ത് ചെയ്യാ? എങ്ങനെ? അച്ഛൻ പറഞ്ഞോ. നീ നിന്റെ കണ്ണ് കാണും. എടാ, കണ്ണ് കളഞ്ഞാൽ നിന്റെ കൈ പൊക്കേണ്ട ആവശ്യമില്ല. കണ്ണ് കളച്ചോ? എന്നാ ഇപ്പൊ അവളെ കൊണ്ട് കടന്നു വരുന്നില്ല. ഇല്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, കണ്ണുകൾ അടയ്ക്കുമ്പോ പർവ്വതങ്ങൾ പോലും ഇല്ലാണ്ടാവും. കണ്ണു കളച്ചല്ലോ, ഒന്നും കാണില്ലല്ലോ. നീ അവിടെ തന്നെ. അവൾ അവിടെ ഇല്ല. ഇല്ല. ഇത് ആരാ ഇത്? ആരാ? എന്റെ പേര് സിന്ദാബാദൊന്നും അല്ല. അതെ, ആദ്യം എന്റെ തുണികളൊക്കെ ഒന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ പോ. ഇനി ഒന്ന് സിന്ദാബാദ് വിളിച്ചോളൂ. എനിക്കറിയാം, എന്റെ കണ്ണുകൾ അടച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് എനിക്കതൊന്നും കാണാൻ പറ്റില്ലല്ലോ. നീ എന്തിനാ ചിരിക്കുന്നേ? ആമാശയത്തിലോ? ചുമ്മാ കള്ളം പറയാലോ. നിനക്ക് തുണികൾ തിരിച്ചു തന്നാൽ നീ എന്നിൽ നിന്ന് മറന്നു പോകും. അതുകൊണ്ട് നിന്റെ തുണികൾ ഞാൻ വിഴുങ്ങി. ഓ, അത് വിഴുങ്ങിയോ? കഷ്ടം കേട്ടോ.
കേട്ടോ ആ ജോഗസ് ഞങ്ങൾ പറഞ്ഞിട്ട് പോയത്. അയാൾ എന്റെ മുഖം അടിച്ച് പറിച്ചു വന്നു. എന്റെ സൈക്കിളിൽ ചക്രമില്ല. ഇത് നോക്കിയേ, എന്റെ സൈക്കിളിൽ ശരിക്കും ചക്രങ്ങളില്ല. ചുമ്മാ പറയോ? ഈ ജോഗസ് ഞങ്ങൾ ഒരു മോശം മനുഷ്യനാട്ടോ. അയാളെ ഇടിക്കണം. ഞാൻ അച്ഛനോട് അയാളെ കുറിച്ച് പറഞ്ഞു. അച്ഛനയാളെ ഇടിച്ച് മൂക്ക് പറത്തി സ്റ്റെപ്പിന് താഴെ തള്ളിയിട്ടു. പിന്നെ ഞാൻ മതാലച്ചയുടെ വയറ് കീറും. എന്നിട്ട് എന്റെ തുണികളൊക്കെ എടുത്ത് ഞാൻ എന്റെ യാത്ര തുടരും. ചുമ്മാ കള്ളം പറഞ്ഞതല്ല. ശരിക്കും നോക്കിയേ, എന്റെ സൈക്കിളിന് ചക്രങ്ങളില്ല. ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ച. എനിക്കറിയാം എന്റെ സൈക്കിളിന് ചക്രങ്ങളുണ്ട്. യോഗസ്യങ്ങളൊരു മോശം മനുഷ്യനാണ്. സത്യം, യോഗസ്യങ്ങളൊരു മോശം മനുഷ്യനാണ്. എനിക്കറിയാം അയാളൊരു മോശം മനുഷ്യനാണ്. എനിക്ക് മോനെ സ്കൂളിൽ പോണ്ടേ? ഞാൻ യാത്രയിലാണ്. ഞാൻ പുതിയ കൂട്ടുകാരെ തേടി പുതിയ അനുഭവങ്ങളെ തേടി യാത്രയിലാണ്. എനിക്ക് ഒരുപാട് നിറങ്ങൾ കാണണം. മോനെ സമയായി, എനിക്ക് എനിക്ക് ഒരുപാട് ദൂരം പോകണം. എനിക്ക് ഒരുപാട് പൂക്കളെ കാണണം. ദാ പിന്നെ യാത്രകളല്ല ഇങ്ങനെ. സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, പരിചയപ്പെടുന്ന പുതിയ മനുഷ്യർ, സകലതിനോടും ഒരു വല്ലാത്ത ഇഷ്ടം. അത് ചിലപ്പോൾ ഒരു പ്രായത്തിൻ്റെതാവും. ഒരുപക്ഷെ നമ്മൾ പലരും ഈ പ്രായം കടന്നു വന്നതുകൊണ്ടാവും ഇവരുടെ യാത്രകളിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുഹൃത്തുക്കളെ പരിചയപ്പെടാം. സെറ്റ് ചെയ്തത് ഹരീഷ്,